റീസെറ്റ് എന്ന ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ താവയെയും വാങ്ങിനെയും ബേസ് ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസിനെ സഹായിക്കാനുള്ള ഉദ്ദേശത്തോടെ സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ച ലിഷിയും ഹെയ്നും അവരുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി നൽകേണ്ടതെന്ന് നന്നായി തീരുമാനിച്ച ശേഷം സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ചീഫ് അവരെയും പ്രതീക്ഷിച്ച് പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. ജിയാങ്ങും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ചീഫ് അവരെ പരിചയപ്പെട്ട അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവരെ കൊണ്ടുപോയ റൂമിൽ സുപ്പീരിയറും മറ്റൊരു ഓഫീസറും ഉണ്ടായിരുന്നു. സ്ഫോടനം നടന്ന ബസ്സിലെ യാത്രക്കാരാണെന്ന രീതിയിൽ അവർ പോലീസിനെ സമീപിച്ചത്. അതുകൊണ്ട് ബസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ പറയാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ശരിക്കും ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിരുന്ന സ്റ്റോപ്പിലല്ല ഇറങ്ങിയത്. ചില പ്രത്യേക കാരണങ്ങൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നീട് ന്യൂസിലൂടെയാണ് സ്ഫോടനത്തെക്കുറിച്ച് അറിഞ്ഞത്. അതുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കോൺടാക്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവർ നേരത്തെ ബസ്സിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണമെന്ന് ചീഫ് ചോദിക്കുന്നു. താവയെക്കുറിച്ച് അവൻ അവരോട് പറയുന്നു. പക്ഷെ പറഞ്ഞത് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. അവർ ബസ്സിൽ കയറിയപ്പോൾ മുതൽ മാനസിക രോഗം ഉള്ളവരെ പോലെയാണ് പെരുമാറിയത്. ബസ്സിൽ കയറി സീറ്റിലിരുന്ന് ഒരു കത്തിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു എന്നവൻ പറഞ്ഞപ്പോൾ എങ്ങനെയുള്ള കത്തിയായിരുന്നു അവർ കൊണ്ടുവന്നതെന്ന് ചീഫ് ചോദിക്കുന്നു. ലിഷി അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല 1:45 ആകുമ്പോൾ എല്ലാവരും കത്തിയരിയും, ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അവർ പിറുപിറുക്കുന്നത് കേട്ടിരുന്നു. അതുകൊണ്ട് പേടിച്ചാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയതെന്നും അവൾ പറയുന്നു. അത്ര ഡീറ്റെയിലായി പറയുന്നത് അവരിൽ നമുക്ക് നേരെ സംശയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മുമ്പ് അവർ രണ്ടുപേർ കൂടി ഇതിനെക്കുറിച്ച് ആലോചിച്ച സമയത്ത് ഹെയ്ൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നാണെങ്കിലും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകിയില്ലെങ്കിൽ അവർ വെറുതെ സമയം കളയുകയുള്ളൂ. നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് റിസ്ക് എടുത്തേ പറ്റുമോ എന്ന് പറഞ്ഞാണ് അവൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തയ്യാറായത്. ഹെയ്ൻ പറഞ്ഞതുപോലെ തന്നെ അത് ചീഫിൽ സംശയമുണ്ടാക്കുന്നു. അവർ ബസ്സിലിരുന്ന് പറഞ്ഞത് നിങ്ങൾ മാത്രമേ കേട്ടുള്ളൂ, ബാക്കി യാത്രക്കാരൊന്നും കേട്ടില്ലേ, അവരെ പ്രതികരിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ലിഷി എന്ത് പറയണമെന്നറിയാതെ ഒന്ന് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. മറ്റുള്ളവർ കേട്ടോന്നറിയില്ല. ബസ്സിന്റെ എഞ്ചിന്റെ ശബ്ദം നന്നായി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇരുന്നത് ആ സ്ത്രീയുടെ അടുത്തുള്ള സീറ്റിലാണ്. മാത്രമല്ല അവരുടെ കയ്യിലെ കത്തിയും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ കേട്ടത്. മറ്റുള്ളവർ ആരും പ്രതികരിക്കുന്നതായി കണ്ടില്ല എന്ന് പറഞ്ഞ് ഹെയ്ൻ അവളുടെ സഹായത്തിനെത്തുന്നു. തൽക്കാലം ചീഫ് അത് വിശ്വസിക്കുന്നുണ്ട്. ആ സ്ത്രീയെ കാണാൻ എങ്ങനെയുണ്ടെന്ന് വിവരിക്കാൻ ചീഫ് ആവശ്യപ്പെടുന്നു. അവൻ പറഞ്ഞനുസരിച്ചുള്ള ഫോട്ടോ കാണിച്ചപ്പോൾ ഇവർ തന്നെയാണ് അത് എന്ന് അവർ കൺഫേം ചെയ്യുന്നു. അവരുടെ കയ്യിലെ കവറിലുണ്ടായിരുന്ന ഒരു കുക്കറാണെന്ന് സംശയം തോന്നിയിരുന്നു. അത് കാരണമാണ് ഞങ്ങൾ ശരിക്കും ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ ബോയ് ഫ്രണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിലും എനിക്ക് കുക്കറിൻ്റെ അടുത്ത് നിന്നോ കെമിക്കലിൻ്റെ സ്മെൽ കിട്ടിയിരുന്നു. സ്ഫോടനം നടന്നതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത്. കുക്കറിനെ ബേസ് ചെയ്ത് അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും എന്ന് ലിഷി പറയുന്നു. ആ സമയത്ത് സുപ്പീരിയർ മറ്റൊരു ഓഫീസറെ എന്തോ രഹസ്യ നിർദ്ദേശം നൽകി പറഞ്ഞയക്കുന്നുണ്ട്. അവർ കയറിയ അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയ ജിവാബയെക്കുറിച്ച് ചീഫ് അവരോട് ചോദിക്കുന്നു. അവർ തമ്മിൽ കണക്ഷൻ എന്തെങ്കിലും ഉള്ളതായി തോന്നിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ തമ്മിൽ റിലേഷനൊന്നുമില്ല എന്ന് ലിഷി അറിയാതെ പറഞ്ഞു പോകുന്നു. അവർ ഒരുമിച്ചല്ല ഇരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഊഹിച്ചതാണെന്ന് പറഞ്ഞ് ഹെയ്ൻ പെട്ടെന്ന് സഹായത്തിനെത്തുന്നുണ്ട്. അവർ ബസ്സിലെ മറ്റേതെങ്കിലും യാത്രക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ബസ്സിലേക്ക് കയറുന്ന സമയത്ത് ഡ്രൈവറോട് എന്തോ പറയുന്നത് കേട്ടിരുന്നു. ഒരുമിച്ച് മരിക്കാമെന്നോ മറ്റോ ആണ് പറഞ്ഞത് എന്ന് തോന്നുന്നു. മാത്രമല്ല അയാളുടെ പേരും വിളിക്കുന്നത് പോലെ തോന്നിയിരുന്നു. വാങ് എന്നോ മറ്റോ ആണ് എന്നും അവർ പറയുന്നു. ഡ്രൈവറുടെ പേര് അവർക്കും അറിയാമായിരുന്നതിനാൽ അവർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ചീഫിന് തോന്നുന്നു. അപ്പോഴാണ് സ്ഫോടനത്തിന് കാരണമായ കെമിക്കൽ വരുന്നത് ഒരു കുക്കറിൽ നിന്നാണ് എന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് തെളിവ് നൽകിയിട്ടുണ്ട് എന്ന് പുറത്തേക്ക് പോയ ഓഫീസർ തിരികെ വന്ന് പറഞ്ഞത്. അതോടെ പോലീസിന് അവരെ കൂടുതൽ വിശ്വസിക്കേണ്ടി വരുന്നു. നമുക്ക് കിട്ടിയ വിവരങ്ങൾ കാര്യമായി അവരോട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ പരിമിതമായ വിവരങ്ങൾ വെച്ച് നമുക്ക് അടുത്ത ലൂപ്പും കടക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയാവുന്നത്ര സമയം സ്റ്റേഷനിൽ ചിലവഴിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ ലിഷിയും ഹെയ്നും കൂടി നേരത്തെ തീരുമാനിച്ചിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ജിയാങ്ങും സംഘവും പുറപ്പെടുന്നു. ചീഫിനും സുപ്പീരിയറിനും ഒന്നും അവരെ ഇതുവരെ പൂർണ്ണ വിശ്വാസം വന്നിട്ടില്ല. മാത്രമല്ല അവർ ഇങ്ങനെ വന്ന് കറക്റ്റായി വിവരങ്ങൾ നൽകുന്നതിൽ സംശയം തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ലീഡ് അനുസരിച്ച് മുന്നോട്ട് പോവുകയല്ലാതെ അവരുടെ മുന്നിൽ വേറെ വഴിയില്ല. പുറത്തുനിന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം സുപ്പീരിയറും അവരോട് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാനുള്ള ഉത്തരവാദിത്തം ചീഫും ഏറ്റെടുക്കുന്നു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ഓരോരുത്തരും എവിടെയാണ് ഇരുന്നിരുന്നത് എന്നൊക്കെ ഏകദേശം ഒന്ന് വരച്ച് കാണിക്കാമെന്ന് അദ്ദേഹം അവരുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നു. ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഹെയ്ൻ വരയ്ക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഒരുപാട് തവണ അതേ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് അവനെ സംബന്ധിച്ച് അതൊരു നിസ്സാരമായ കാര്യമായിരുന്നു. ഓരോ യാത്രക്കാരും ഇരുന്ന സ്ഥലവും അവർ കാഴ്ചയിൽ എങ്ങനെയാണ് അവരുടെ കൈവശം എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൻ വിശദമായി വരച്ചും പറഞ്ഞു കൊടുക്കുന്നു. അത് ചീഫിനെ കുറിച്ച് അത്ഭുതപ്പെടുന്നു. സാധാരണ ആരും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്ര ഡീറ്റെയിലായി ഒന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. നിന്റെ മെമ്മറി കുറച്ച് കൂടുതലാണല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഞാനൊരു ഗെയിം ഡിസൈനറാണ്, അതുകൊണ്ട് ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനെയും വിശദമായി നിരീക്ഷിക്കാറുണ്ട് എന്ന് അവൻ പറയുന്നു. ചീഫിന് അത്ര വിശ്വാസം വരാത്തത് കൊണ്ട് തന്നെ നീ ഇത്ര മിടുക്കനാണെങ്കിൽ ഒരു തവണ കാണുമ്പോൾ തന്നെ എല്ലാം ഓർത്തു വെക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മുതൽ ഈ മുറിയിലേക്ക് വന്നവരെയുള്ള ഓർമ്മ വെച്ച് സ്റ്റേഷന്റെ ഒരു ലേഔട്ട് വരച്ച് കാണിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിലും ഹെയ്ൻ ഓർമ്മയിൽ നിന്ന് വരച്ച് കാണിക്കുന്നു. അവന് നല്ല മെമ്മറി പവർ ഉണ്ടെന്ന് ചീഫിന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ബസ്സിലുണ്ടായിരുന്ന ബാക്കി യാത്രക്കാരുടെ ഫോട്ടോകൾ അദ്ദേഹം കാണിക്കുന്നു. അതെല്ലാം ഒന്നുകിൽ പുറകിൽ നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്നോ ഉള്ള ഫോട്ടോകളാണ്. ആരുടെയും മുഖം വ്യക്തമല്ല. അവന്റെ ഓർമ്മശക്തി ഉപയോഗിച്ച് അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഹെയ്നും ലിഷിയും കൂടി ഫോട്ടോകൾ നോക്കാൻ തുടങ്ങിയ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസറിന്റെ ഫോൺ റിംഗ് ചെയ്തത്. ബോംബ് പൊട്ടുന്നതിന് മുമ്പ് കേട്ടുകൊണ്ടിരുന്ന അതേ റിംഗ് ടോൺ തന്നെയായിരുന്നു അത്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ ലിഷി പേടിച്ച് ഹെയ്ന്റെ കയ്യിൽ പിടിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാരെല്ലാം ശ്രദ്ധിക്കുന്നു. ചീഫിന്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് കുറ്റബോധം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തത്. എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നത് തോന്നലുണ്ടായിട്ടും അവരെ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധമാണ് എന്ന് ഹെയ്ൻ പറയുന്നു. ചീഫിന് അത് പൂർണ്ണമായും വിശ്വാസം വരുന്നില്ല. അവളോട് വേണമെങ്കിൽ പുറത്തുപോയി റെസ്റ്റ് എടുത്തോളം പറഞ്ഞെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ്
അവൾ അവിടെ തന്നെ ഇരിക്കുന്നു. ആ സമയത്താണ് പുറത്തേക്ക് ഫോൺ ചെയ്ത് കൊണ്ടുപോയ ഓഫീസർ തിരിച്ചു വന്ന് താവയെക്കുറിച്ച് അറിഞ്ഞ വിവരങ്ങൾ പറയുന്നത്. അവർ താമസിച്ചിരുന്ന സ്ഥലവും അവിടെ വന്നിട്ട് എത്ര വർഷമായി എന്നും ഒരു കെമിക്കൽ പ്ലാന്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നതുമൊക്കെ അവർ പറയുന്നു. ആ സമയത്ത് അവരുടെ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നു. അപ്പോൾ ലിഷി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ചീഫ് ശ്രദ്ധിക്കുന്നു. താവയും വാങ്ങും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കൺഫേം ചെയ്തുകൊണ്ടുള്ള കോൾ ആയിരുന്നു അപ്പോൾ വന്നത്. അതുവരെ അവർ നൽകിയ വിവരങ്ങളൊക്കെ മാച്ചാവുന്നതിനാൽ സുപ്പീരിയറുമായി ചർച്ച ചെയ്യാൻ ചീഫ് പുറത്തേക്ക് പോകുന്നു. സുപ്പീരിയർ ക്യാമറയിലൂടെ അവരെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നതിനാൽ ലിഷിയുടെ റിയാക്ഷൻ അവരും കണ്ടിരുന്നു. വലിയ അപകടങ്ങളിൽ നിന്ന് സർവൈവ് ചെയ്തവരുടെ റിയാക്ഷൻ പോലെയാണ് അവർക്കത് ഫീൽ ചെയ്തത്. ചീഫിനും അതേ തോന്നൽ തന്നെയായിരുന്നു. അവർ ഇതുവരെ പറഞ്ഞിരുന്ന വിവരങ്ങളൊക്കെ കൃത്യമാണെങ്കിലും അവരുടെ ആക്ഷൻസ് സംശയമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം അവരെ വിട്ടയക്കാത്ത സ്റ്റേഷനിൽ തന്നെ സൂക്ഷിക്കാൻ സുപ്പീരിയർ നിർദ്ദേശിക്കുന്നു. അവരെ നോക്കാനുള്ള ഉത്തരവാദിത്തം ചീഫിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പോയ ഓഫീസർ അവിടേക്ക് വിളിച്ച് താവോ കെമിക്കൽ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് സ്കൂൾ ടീച്ചറായിരുന്നു. വാങ് ട്രക്ക് ഡ്രൈവറായി ജോലി നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. ജോലിക്ക് വന്ന സമയത്ത് 5-ാം നമ്പർ ബസ് റൂട്ടിൽ തന്നെ വേണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചിരുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ നൽകാമെന്ന് കുറേ തവണ പറഞ്ഞിട്ടും അയാൾ പോകാൻ തയ്യാറായിരുന്നില്ല. ഇതേ റൂട്ടിൽ തന്നെ ജീവിതകാലം മുഴുവൻ ഡ്രൈവറായിരിക്കാനാണ് അയാൾ ഉദ്ദേശിച്ചിരുന്നത്. അതേപോലെ തന്നെ താവോയ്ക്ക് ആവശ്യത്തിന് തിയറിറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഉണ്ട്. കെമിക്കൽ പ്ലാന്റിൽ അവർ ഇൻസ്പെക്ഷൻ ഓഫീസറായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. വർഷങ്ങളായി അവിടുത്തെ മോഡൽ എംപ്ലോയി ആയിരുന്നു. എല്ലാ ദിവസവും പൂർണ്ണ മനസ്സോടെ അവർ ഓവർ ടൈം ജോലി ചെയ്യാറുണ്ട്. ഏറ്റവും അവസാനം കമ്പനിയിൽ നിന്ന് വീട്ടിൽ പോകാറുള്ളത് അവരായിരുന്നു. ബോംബുണ്ടാക്കാനുള്ള കെമിക്കൽസ് അവർക്ക് ഡയറക്റ്റ് കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു. അവർ ജോലി ദുരുപയോഗം ചെയ്ത് അതിനുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിരിക്കാനാണ് സാധ്യത എന്നൊക്കെയുള്ള വിവരങ്ങൾ അവരെ അറിയിക്കുന്നു. ബോംബ് താവോ സ്വന്തമായി ഉണ്ടാക്കിയതായിരിക്കാനാണ് സാധ്യത എന്ന നിഗമനത്തിൽ അവർ എത്തുന്നു. 1:45 എന്ന സമയം തന്നെ തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കും കാരണമെന്ന് ചീഫ് ചിന്തിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ലിഷിയെയും ഹെയ്നെയും മറ്റൊരു മുറിയിലേക്ക് കൊണ്ടിരുത്തുന്നു. ആ റിംഗ് ടോൺ കേട്ടപ്പോൾ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കേണ്ടി വന്നത്. ഇനിയിപ്പോൾ നമുക്ക് വിവരങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് ലിഷി വിഷമത്തോടെ പറയുന്നു. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇനിയും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹെയ്ൻ മുറിയിലുണ്ടായിരുന്ന CCTV നോക്കുന്നു. തങ്ങൾ വാങ്ങിൻ്റെ ഓഫീസിലും താമസ സ്ഥലത്തുമൊക്കെ പോയത് അധികം വൈകാതെ പോലീസ് കണ്ടെത്തും. അപ്പോൾ തങ്ങളുടെ അടുത്തേക്ക് അവർ വീണ്ടും വരും എന്ന് അവൻ അറിയാമായിരുന്നു. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അധികം വൈകാതെ അവർ 2 സ്ഥലങ്ങളിൽ ചെന്നതിൻ്റെ വീഡിയോയും മറ്റു വിവരങ്ങളും പോലീസിൽ നിന്ന് കിട്ടുന്നു. അവരുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. സ്ഫോടനത്തിന് മുന്നിൽ അവർ തന്നെ ആയിരിക്കുമോ, നമ്മളെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോകാനായിരിക്കും അവർ നമുക്ക് വിവരങ്ങൾ നൽകുന്നതെന്നൊക്കെ ഒരു ഓഫീസർ സംശയിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെയുള്ള നിഗമനങ്ങളിലൊന്നും എത്തണ്ട. കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കാമെന്നാണ് ചീഫ് പറഞ്ഞത്. ഓഫീസിലും താമസ സ്ഥലത്തും അവർ കോൺടാക്ട് ചെയ്ത 2 പേരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചീഫ് ലിഷിയുടെയും ഹെയിൻ്റെയും അടുത്തെത്തി അവരുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എല്ലാം നൽകാൻ ആവശ്യപ്പെടുന്നു. ഹെയിൻ എടുത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ വാങ്ങിന്റെ മുറിയിൽ നിന്ന് എടുത്ത ഫോണും ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന പോലുള്ള ആ ഫോൺ കണ്ടപ്പോൾ ഇത് നിന്റെ തന്നെയാണോ എന്ന് ചീഫ് എടുത്ത് ചോദിക്കുന്നുണ്ട്. ആണെന്നാണ് അവൻ പറഞ്ഞത്. ഒരു ഓഫീസർ വന്ന് അവരുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ചീഫ് മുറിയിൽ നിന്ന് പോകാൻ തുടങ്ങിയ സമയത്ത് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയെന്ന് ലിഷി അദ്ദേഹത്തോട് ചോദിക്കുന്നു. കുറച്ചൊക്കെ കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ബോംബ് ഉണ്ടാക്കിയത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തിയോ, ആ സ്ത്രീയുമായി അതിന് ബന്ധമുണ്ടെന്നൊക്കെ അവൾ ചോദിക്കുന്നു. അതോടെ ചീഫ് തിരികെ അവരുടെ അടുത്ത് വന്നിരുന്ന് അവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. ആ സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന തോന്നൽ കാരണം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവർ കെമിക്കൽ പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നേരത്തെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് കെമിക്കൽസ് ഒക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. ആ പ്രഷർ കുക്കറിൽ നിന്ന് എന്തെങ്കിലും കെമിക്കൽസിന്റെ മണം കിട്ടിയിരുന്നോ എന്ന് അദ്ദേഹം അവൾ ചോദിക്കുന്നുണ്ട്. എന്തോ മണം വരുന്നുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല. കെമിക്കൽസുമായി എനിക്ക് വലിയ പരിചയമില്ല എന്ന് അവൾ പറയുന്നു. അതിനിടയിൽ അവരുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് അവർ ഒരിക്കൽ പോലും വാങ്ങുമായോ താവോയുമായോ കോൺടാക്ട് ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ വഴിയും കോൺടാക്ട് ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ അവർ കണ്ടെത്തുന്നു. ആ വിവരങ്ങൾ ചീഫിന്റെ ചെവിയിൽ വെച്ചിട്ടുള്ള ഹെഡ്ഫോണിലൂടെ അപ്പോൾ തന്നെ അദ്ദേഹം അറിയുന്നുണ്ട്. ഹെയിൻ്റെ 2ാമത്തെ ഫോണിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അദ്ദേഹം മെസ്സേജ് ചോദിക്കുന്നു. അതിൽ നിന്നുള്ള വിവരങ്ങൾ ഇതുവരെ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ചുകൂടി ടൈം എടുക്കുമെന്നാണ് റിപ്ലൈ കിട്ടിയത്. ലിഷി താവയെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്തിനാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം വാങ്ങിന്റെ ഓഫീസിലേക്ക് റിപ്പോർട്ടർമാരാണെന്ന രീതിയിൽ ചെന്നത്, അയാളുടെ താമസ സ്ഥലത്തേക്ക് ചെന്നത് എന്തിനാണെന്നൊക്കെ ചീഫ് ചോദിക്കുന്നു. ഈ സമയത്ത് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ മാനേജരും വാങ്ങിന്റെ റൂംമേറ്റും സ്റ്റേഷനിലെത്തിയിരുന്നു. 2 സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ 2 രീതിയിലാണ് അവർ പരിചയപ്പെടുത്തിയത്. വാങ്ങിന്റെ റൂം മുഴുവൻ അവർ അരിച്ചു പെറുക്കിയിരുന്നു എന്നൊക്കെ സുപ്പീരിയർ അറിയുന്നു. ബസ്സിൽ നിന്നിറങ്ങിയ ശേഷം ബസ് പൊട്ടിത്തെറിച്ച് വാർത്ത അറിഞ്ഞപ്പോൾ ബസ്സിലുണ്ടായിരുന്നവരുടെ മരണത്തിന് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഞങ്ങൾ കൂടി കാരണക്കാരാണെന്ന് ഇവർക്ക് കുറ്റബോധം തോന്നിയിരുന്നു. അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവളാകെ വെപ്രാൾപ്പെടുകയായിരുന്നു. പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് അവരെ കൂടുതൽ സംശയം തോന്നിയത്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് 2 പോയി അന്വേഷിച്ചതും. പക്ഷേ ഞങ്ങൾക്ക് സ്വന്തമായി അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് പോലീസിൽ വിവരം അറിയിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഹെയിൻ ചീഫിനോട് പറയുന്നു. തൽക്കാലം അദ്ദേഹത്തിന് അത് വിശ്വസിക്കേണ്ടി വരുന്നു. ഇങ്ങനെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറുള്ളവർക്ക് പൊതുവായി കാണപ്പെടാറുള്ള ഒരു സിംറ്റംസ് ആണിത്. സർവൈവേഴ്സ് ഗിൽറ്റി എന്നാണ് ഇതിന് പറയാറുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് വിശ്വാസമായും തോന്നിയത് കൊണ്ട് കിട്ടിയ വിവരങ്ങൾ ഞങ്ങളോടുകൂടി പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസമായേനെ. എന്നോട് പറയണമെന്നില്ല, അവളോട് മാത്രമായിട്ട് പറഞ്ഞാലും മതിയെന്ന് ഹെയിൻ പറയുന്നു. അതിന് ചീഫ് എന്തെങ്കിലും മറുപടി നൽകുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് കൺട്രോൾ റൂമിലേക്ക് എത്താൻ സുപ്പീരിയർ നിർദ്ദേശിക്കുന്നു. താവോയുടെ താമസ സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പറയാനായിരുന്നു സുപ്പീരിയർ അദ്ദേഹത്തെ വിളിപ്പിച്ചത്.
അവർ താമസിച്ചിരുന്ന റൂമിനടുത്ത് തന്നെയുള്ള ഗ്യാരേജ് അവർ റെന്റിനെടുത്തിരുന്നു. അതിനുള്ളിൽ തന്നെയാണ് ബോംബ് ഉണ്ടാക്കിയത് എന്നൊക്കെ അവർക്ക് തെളിവ് കിട്ടുന്നു. മാത്രമല്ല അവരുടെ റൂമിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഓൺലൈനായി വാങ്ങിയതിന്റെ റെസിപ്റ്റുകളും കണ്ടെത്തുന്നു. അതോടെ അവർ തന്നെയാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് അവർക്ക് ഉറപ്പാക്കുന്നു. ട്രാൻസ്പോർട്ട് കമ്പനിയുടെ മാനേജറിൽ നിന്നും ബാങ്കിന്റെ റൂംമേറ്റിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ സുപ്പീരിയർ ചീഫിനെ അറിയിക്കുന്നു. ലിഷി ഹെയ്നും പറഞ്ഞ കാര്യങ്ങളും അതും കൂടി മാച്ചാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലം അവർ സംശയിക്കേണ്ട കാര്യമില്ല എന്ന നിഗമനത്തിൽ തന്നെ അവരെത്തുന്നു. പക്ഷേ കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്നറിയാനായി ചീഫ് വീണ്ടും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. താവോ തന്നെയാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്ന് അദ്ദേഹം അവരോട് പറയുന്നുണ്ട്. അന്വേഷണത്തിന് സഹായമാകുന്ന വേറെ എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ബോംബ് 1:45 പൊട്ടുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കാനാണ് സാധ്യത. അവർ 1:45 സമയം പറയുന്നത് കേട്ടിരുന്നു. അങ്ങനെ സമയം തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണം കാണുമെന്ന് ഹെയ്ൻ ചോദിക്കുന്നു. അവർ പറയുന്നത് സെക്യൂരിറ്റി റൂമിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സുപ്പീരിയർ ആ പാലത്തിൽ മുമ്പത്തെ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും അപകടങ്ങൾക്ക് ആ സമയമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പഴയ കേസ് ഫയലൊക്കെ എടുത്ത് തിരയാൻ ഒരു ഓഫീസർക്ക് നിർദ്ദേശം നൽകുന്നു. നേരത്തെ നൽകിയ മൊബൈൽ ഫോണിൽ ഒന്ന് എന്റേതല്ല എന്ന് ഹെയ്ൻ ചീഫിനോട് തുറന്നു പറയുന്നു. വാങ്ങിന്റെ മുറിയിൽ തിരച്ചിൽ നടത്തിയ സമയത്ത് കിട്ടിയതാണ് അത് എന്നവൻ പറഞ്ഞപ്പോൾ നേരത്തെ അത് പറയാതിരുന്ന എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്തൊക്കെയായാലും ഇത് പോലീസ് സ്റ്റേഷനല്ലേ, ഞങ്ങൾക്കും ഉള്ളിൽ നല്ല പേടിയുണ്ട്. ഞാനത് മോഷ്ടിച്ചതല്ലേ, അതുകൊണ്ടാണ് അന്നേരം പറയാതിരുന്നത്. ആ മുറിയുടെ അറ്റ്മോസ്ഫിയറിന് അതൊട്ടും ചേരുന്നില്ല എന്ന് സംശയം തോന്നിയതുകൊണ്ടാണ് എന്തെങ്കിലും വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടിയേക്കുമോ എന്ന് സംശയിച്ച് ഞാനത് കയ്യിലെടുത്തത് എന്നവൻ പറയുന്നു. അത് നിന്റെ ഫോണല്ല എന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. നീ തന്നെ തുറന്ന് സമ്മതിച്ചത് നന്നായി എന്ന് ചീഫ് പറയുന്നുണ്ട്. അവർക്ക് കുട്ടികൾ വല്ലതുമുണ്ടോ? ചിലപ്പോൾ അവരുടെ മക്കളുടെ ആരെങ്കിലും ആയിരിക്കുമെന്ന് ആ ഫോൺ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ലിഷി അപ്പോൾ പറയുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന സുപ്പീരിയർ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിൽ ഒന്നുകൂടി തിരഞ്ഞിട്ട് അവർക്കൊരു മകളുണ്ട്. മെങ്മങ് എന്നാണ് അവളുടെ പേര്. പക്ഷെ 5 വർഷം മുമ്പ് അവൾ മരിച്ചുപോയി എന്ന വിവരങ്ങൾ ചീഫിനെ അറിയിക്കുന്നു. ചീഫ് ഉടനെ തന്നെ അവരോടും അതിനെക്കുറിച്ച് പറയുന്നു. അവരുടെ മകൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ മുമ്പൊരിക്കൽ ബസ്സിൽ വെച്ച് തൻ്റെ മകളും അവൾ പഠിച്ചിരുന്ന അതേ കോളേജിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെന്ന് ഒരിക്കൽ ഡ്രൈവർ തന്നോട് പറഞ്ഞത് ലിഷി ഓർക്കുന്നു. പക്ഷെ അവൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചീഫിനോടൊന്നും പറയുന്നില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അവരുടെ മകൾക്ക് ഈ അപകടവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാണ് സാധ്യത എന്ന് ചീഫ് പറയുന്നു. അപ്പോഴേക്കും സുപ്പീരിയർ അദ്ദേഹത്തോട് കോൺഫറൻസ് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുന്നതിനാൽ അവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അവരെ കുറച്ചുകൂടി വിശ്വാസമായതുകൊണ്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാകുമല്ലോ, എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ മകളുടെ കാര്യം വാങ് തന്നോട് കള്ളം പറഞ്ഞതിനെക്കുറിച്ച് ലിഷി ഹെയ്നോട് പറയുന്നു. എന്തിനായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത് എന്ന് അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. വാങ്ങിന്റെ മുറിയിൽ നിന്ന് കിട്ടിയ ഫോണിൽ നിന്ന് ഇതുവരെ വിവരങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിലുള്ള സിം ട്രേസ് ചെയ്തതിൽ നിന്ന് അത് അയാളുടെ മകളുടെ പേരിലുള്ളത് തന്നെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓഫീസർ ചീഫിനെ അറിയിക്കുന്നു. മാത്രമല്ല അതിൽ നിന്ന് അവസാനത്തെ കോൾ പോയിരിക്കുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് മെയ് 13-നാണ്. വാങ്ങിന്റെ ഫോണിലേക്കാണ് കോൾ പോയതെങ്കിലും അയാൾ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല. അതിനുശേഷം നടന്നത് അവർ ടി വിയിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നു. അന്ന് തന്നെ 1:45 ഇപ്പോൾ സ്ഫോടനം നടന്ന അതേ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന 45-ാം നമ്പർ ബസ് പാലത്തിന് നടുവിലെ റോഡിൽ നിർത്തുന്നതും ബസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ മെങ്മങ് പുറകെ വന്ന ടാങ്കർ അടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ് അപകടത്തിൽ കൊല്ലപ്പെടുന്നതുമായിരുന്നു ടി വിയിൽ കണ്ടത്. അപകടം നടന്നത് കൃത്യം 1:45-നാണ്. അതായിരിക്കണം അവരും അതേസമയം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് അവർ ഊഹിക്കുന്നു. പക്ഷെ സമയവും സ്ഥലവും ഒക്കെ കറക്റ്റ് ആണെങ്കിലും മെയ് 13 ആവാൻ ഇനി 4 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ എന്ന് ചീഫ് സംശയം പറയുന്നു. അപ്പോഴാണ് താവോ താമസിക്കുന്ന സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അവിടെയുള്ള ഗ്യാരേജുകളിൽ അന്ന് ഉച്ച മുതൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരുന്നാണെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ ഡേറ്റ് മുന്നിലേക്ക് മാറ്റാൻ അവർ ഫോഴ്സ് ചെയ്യപ്പെട്ടതായിരിക്കും എന്ന് ജിയാങ് പറഞ്ഞത്. അങ്ങനെ പോലീസിന്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കിട്ടിയിരിക്കുന്നു. ഒരു കാര്യത്തിൽ മാത്രമേ അവർക്കിപ്പോൾ സംശയമുള്ളൂ. ഈ സ്ഫോടനം നടന്നിട്ട് വെറും 8 മണിക്കൂറിനുള്ളിൽ അതിനെ സംബന്ധിച്ച എല്ലാ കുരുക്കുകളും അവർ അഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതിന് സഹായിച്ചത് ലിഷിയും ഹെയ്നുമാണ്. അവരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംശയിച്ച് വെറുതെ ഒരുപാട് സമയം പാഴാക്കി കളയുമായിരുന്നു. ഇങ്ങനെ തങ്ങൾക്ക് വിവരങ്ങൾ നൽകാനുള്ള അവരുടെ യഥാർത്ഥ മോട്ടിവേഷൻ എന്താണെന്ന് മാത്രം അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. വാങ്ങിന്റെ മകളുടെ അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ സുപ്പീരിയർ നിർദ്ദേശം നൽകുന്നുണ്ട്. ലിഷിക്കും ഹെയ്നും കഴിക്കാൻ ചീഫ് ന്യൂഡിൽസ് എത്തിച്ചിരുന്നെങ്കിലും അവൾ അത് കഴിക്കാതെ കാര്യമായി ചിന്തിച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവർ ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചത് അതിനെക്കുറിച്ച് പറഞ്ഞ് ഡ്രൈവറുടെ മനസ്സ് മാറ്റി ഡോർ തുറപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ ശരിക്കും അവർ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അയാളുടെ മകളുടെ മരണമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഓൾറെഡി സംഭവിച്ചു പോയതല്ലേ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ലിഷി ചോദിക്കുന്നു. അവൻ അതിനെക്കുറിച്ച് അപ്പോഴാണ് ചിന്തിച്ചത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസുകാർ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ച് അറിയാൻ മാത്രമേ നമുക്കിപ്പോൾ സാധിക്കുകയുള്ളൂ എന്നവൻ പറയുന്നു. അതിനവർ നമ്മളോട് എന്തെങ്കിലും പറയാൻ തയ്യാറാകുമോ എന്ന് അവൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചീഫ് വീണ്ടും മടങ്ങി വന്നത്. ലിഷിയൊന്നും കഴിക്കാതെ ഇരിക്കുന്നത് കണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആ ഫോൺ അയാളുടെ മകളുടെ തന്നെ ആയിരുന്നു. അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് പറയാമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഇനിയിപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് എന്താണ് പ്രയോജനം? സംഭവിച്ചതെല്ലാം കഴിഞ്ഞു പോയില്ലെന്ന് ചീഫ് ചോദിക്കുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചാൽ, അതായത് ഞാനൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അതേ ബസ്സിൽ തന്നെ എത്തിപ്പെടുകയാണെങ്കിൽ ബോംബ് ബസ്സിനുള്ളിൽ അപ്പോഴും ഉണ്ട്. അത് പൊട്ടിത്തെറിക്കാൻ ഇനിയും 20 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ആരുടെ കൈവശമാണത് ഉള്ളത് എന്നൊക്കെ എനിക്കറിയാം. എങ്കിൽ അങ്ങനൊരു സിറ്റുവേഷനിൽ സ്ഫോടനം തടയാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ ചോദിക്കുന്നു. അവൾ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഭ്രാന്ത് പറയുകയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി
നിനക്ക് ഇതുവരെ ഇത് വിടാറായില്ലേ? ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താണ് കാര്യം? നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹെയ്ൻ ഇടയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ലിഷി അവനോട് വഴക്കിട്ട് പിളങ്ങി തിരിഞ്ഞിരിക്കുന്നു. അവൻ എഴുന്നിട്ട് അവിടേക്ക് മാറി നിൽക്കുന്നുണ്ട്. അത്രയൊക്കെ മുന്നിൽ നടന്നുകൊണ്ട് ചീഫ് അവൾ പറഞ്ഞതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാതെ അങ്ങനൊരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ബസ് നിർത്താൻ പോലീസ് ശ്രമിക്കുകയില്ല. കാരണം അത് ക്രിമിനലിനെ അലർട്ടാക്കും. അടുത്ത സ്റ്റോപ്പിൽ നിന്നൊരു യാത്രക്കാരൻ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർമാർ ബസ്സിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കും. അതിനുശേഷം പറ്റിയ അവസരം നോക്കി കാര്യങ്ങൾ കൺട്രോളിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിനിടയിൽ ആകെ ഒരു സ്റ്റോപ്പ് മാത്രമല്ലേ ഉള്ളൂ. വെറും 5 മിനിറ്റിനുള്ളിൽ പോലീസ് അവിടെ എത്തപ്പെടാൻ കഴിയുമോ എന്നവൾ ചോദിക്കുന്നു. 5 മിനിറ്റ് തീരെ കുറവാണ്. ആ സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും കാരണമുണ്ടാക്കി ബസ് കുറച്ച് സമയം ഡിലേ ആക്കുകയാണെങ്കിൽ പോലീസിന് അവിടെ എത്താൻ കുറച്ചുകൂടി ടൈം കിട്ടിയേക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴേക്കും ഒരു മീറ്റിങ്ങിനെ അദ്ദേഹത്തെ കോൺഫറൻസ് ഹാളിലേക്ക് വിളിക്കുന്നുണ്ട് എന്ന് ഒരു ഓഫീസർ വന്നറിയിക്കുന്നു. അവളുടെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് ചീഫ് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണെങ്കിലും തൽക്കാലം മീറ്റിങ്ങിനായി പോകാൻ തുടങ്ങുന്നു. മെങ്ങോങ് മരിച്ചത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ലിഷി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. അന്ന് നടന്ന അപകടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബസ് എന്തിനാണ് പാലത്തിൽ നിർത്തിയത് എന്ന് അവൾ ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരം അറിയാത്തത് കൊണ്ട് തന്നെ ചീഫ് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അവൾ വീണ്ടും അദ്ദേഹത്തെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ബസ്സിൽ ബോംബുണ്ട് എന്ന് പറഞ്ഞ് താങ്കൾക്ക് മെസ്സേജ് വന്നാൽ അത് വിശ്വസിക്കുമോ? അതോ ആരെങ്കിലും പറ്റിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് കരുതി വിട്ടുകളയുമെന്ന് അവൾ ചോദിക്കുന്നു. തീർച്ചയായും വിട്ടുകളയില്ല, ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും പറ്റിക്കാൻ ശ്രമിച്ചാണെങ്കിൽ മെസ്സേജ് അയച്ചത് ആരാണെന്ന് പിന്നീട് കണ്ടെത്തി അവരെ ശിക്ഷിക്കാൻ കഴിയും. പക്ഷേ സമയത്ത് വേണ്ടത് ചെയ്തില്ലെങ്കിൽ കുറെ അധികം പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലേ? ഞാനെന്നല്ല ഏത് പോലീസുകാരനും അങ്ങനെ തന്നെയാവും ചെയ്യുക. അതാണ് ഒരു പോലീസുകാരൻ്റെ ഉത്തരവാദിത്തം എന്ന് അദ്ദേഹം പറയുന്നു. ലിഷിക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഹെയ്ൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും തരുമോ എന്ന് ചോദിക്കുന്നു. ചീഫ് അവരെ സംശയത്തോടെ നോക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.